ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. വല്ലാത്തൊരു വീഡിയോ ആണ് വരുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് നിങ്ങളെ അമ്പരപ്പിക്കും. ഞാൻ എമ്പുരാൻ സിനിമയുടെ കഥ പറയാൻ വന്നതല്ല, പക്ഷേ ഇത് എമ്പുരാനെ തോൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കല്യാണത്തിനെ കുറിച്ചാണ്. സംഭവം മറ്റൊന്നുമല്ല. കല്യാണത്തിന് ആദ്യം തന്നെ ഞാൻ ഒരു തരത്തിൽ പരിഹസിക്കാനോ അല്ലെങ്കിൽ അതിനെ കളിയാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. മറ്റാരുമല്ല, MRC തൊപ്പിയുടെ കൂടെ നടക്കുന്ന സന്താ സഹചാരിയായിട്ടുള്ള അച്ചായൻ എന്ന് പറയുന്ന നമ്മുടെ സോജൻ അച്ചായൻ്റെ കല്യാണം ഇന്ന് നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം കല്യാണത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും അത് സോഷ്യൽ മീഡിയക്കകത്ത് വരുമല്ലോ. അവരുടെയൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി ഫാൻ ബേസൊക്കെ ഉള്ള ആളാണ് തൊപ്പിയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോഴേക്കും തൊപ്പിയോളുണ്ട്. അപ്പം അത് എല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്ലൈമാക്സിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മ വരുന്നുണ്ട്. അതൊരു വമ്പൻ ട്വിസ്റ്റാണ്. അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിനോടുള്ള ഭാര്യയോടുള്ള കുറച്ച് ചോദ്യങ്ങൾ, പിന്നെ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മാന്യമായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം തന്നെ ഇത് അദ്ദേഹം അഥവാ അച്ചായൻ ആരോടത്തോ ഒരു റിവഞ്ച് പോലെ തോന്നിപ്പിക്കും പോലെ ഒരു സാധനം തോന്നുന്നുണ്ട്. കാരണം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ്, 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ പിറന്നാളുമായിട്ട് ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഒരു ഫോട്ടോ പങ്കുവയ്ക്കുകയും അതിനകത്തൊരു ചുംബിക്കുന്നത് പോലത്തെ ഒരു സംഭവം, മറ്റൊരു സ്ത്രീയുടെ സംഭവം അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ലൈവിൽ രംഗത്ത് വന്നിരുന്നു ഇദ്ദേഹത്തിനെതിരെ. എന്നാൽ ആവർത്തിച്ച പോലെ ഞാൻ തരം ഇടിയെന്ന് പറഞ്ഞിട്ട്. സോ അതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കല്യാണം വന്നേക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കല്യാണമല്ല, ഈ കല്യാണം വന്നേക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് നന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഒരു രസമാണ്, കണ്ടു നോക്കാം, അപ്പം മനസ്സിലാവും. ഓക്കെ, അപ്പം കാണാത്തവർക്കും കേൾക്കാത്തവർക്കും മനസ്സിലാകാത്തവർക്കും വേണ്ടിയിട്ട് അച്ചായൻ തന്നെ പറഞ്ഞു തരുന്നു. ഇതാണ് അച്ചായൻ്റെ ഭാര്യ. പുറകെ കാണുന്ന ആ ഒരു കറുത്ത തൊപ്പിക്കാരനെ കണ്ടല്ലോ, അതാണ് തൊപ്പിക്കാരൻ, നമ്മുടെ തൊപ്പി. ഓക്കെ, അപ്പോൾ തൊപ്പി ബാക്കിലുണ്ട്, സുഹൃത്തുക്കളും ബാക്കിലുണ്ട്. പക്ഷെ അച്ചായൻ ആരോടൊത്തോ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ഭാര്യ. ഓക്കെ, ഭാര്യ ചിരിക്കുന്നു, ഭാര്യ സന്തോഷവതിയാണ്. സംശയം പലർക്കും പല എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ആരെടുത്ത് പറയാറുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഭാര്യ കുട്ടി മറ്റേ ഇത് ചെയ്ത് എന്തുകൊണ്ടല്ലോ നമ്മൾ ഡയലോഗ് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്ത് പഠിപ്പിച്ചതുപോലെയാണ് പറയുന്നത്. അടിപൊളി. ബാക്കിൽ അപ്പോഴും തൊപ്പി കുനിഞ്ഞ് നിൽക്കുകയാണ്, മീൻസ് ഇങ്ങനെ നിൽക്കുക. എനിവേ, സന്തോഷ മംഗളാശംസകൾ. അടിപൊളിയായിട്ട് ജീവിക്കുക. നിങ്ങളുടെ ലൈഫ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ നിമിഷം പറയാനുള്ളൂ. സീരിയസ്ലി, ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് നടക്കുന്ന ഏറ്റവും നല്ല മൊമെൻ്റാണ്. ബാക്കി ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് പ്രചരിക്കപ്പെടുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുന്നത് മാത്രം. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ അമ്പരപ്പിക്കും, ഒരു സംശയമില്ല. ട്വിസ്റ്റ്. ഇത് ഈ ഒരു ചോദ്യം കേൾക്കണേ. അച്ഛൻ്റെ എന്തിലാണ് വീണുപോയത്? നിങ്ങൾ അണ്ടിപ്പരിപ്പ് കണ്ടിട്ടുണ്ടോ? അണ്ടിപ്പരിപ്പ് കഴിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാഷ്യൂ നട്ട്. ഓക്കെ, കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളുള്ളതെന്ന് അറിയുന്നു. നമ്മുടെ നാട്ടിൽ ചില അണ്ടി കമ്പനികളുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ അണ്ടി കമ്പനി? അപ്പോൾ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ സോജൻ അച്ചായൻ്റെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നാണ്. സോജൻ അച്ചായൻ്റെ എന്താണെന്ന് എന്ത് കണ്ടിട്ടാണ്? എന്ത് കണ്ടിട്ടാണ് സോജൻ അച്ചായൻ്റെ എന്തെങ്കിലും കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ടതെന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? സാധാരണ നിങ്ങളുടെ ഒരാൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്ത് മറുപടി ആയിരിക്കും പറയുക? എന്ത് കണ്ടാണ് ഇഷ്ടപ്പെട്ടത്? എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്? ഒന്നുകൂടെ അത് കാണാം. അച്ചായൻ്റെ എന്തിനാണ് വീണുപോയതെന്നാ? പണ്ടൊരിക്കലും ഊഞ്ഞാലാടാൻ വേണ്ടി പോയപ്പോൾ അച്ചായനെ കണ്ടു. അച്ചായനോട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അച്ചായൻ ആടി നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അത് കണ്ടത്. എന്ത്? അച്ചായൻ്റെ മുഖം. അതിനുശേഷം അച്ചായൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ലേ? അങ്ങനെയല്ലേ സംഭവം? അച്ചായൻ്റെ എന്തിലാണ് വീണതെന്ന്? അയ്യോ, പുറവശത്തിരിക്കുന്ന ആരെന്ന് കണ്ടോ? പുറവശത്തിരിക്കുന്നത് നമ്മുടെ ഗുരുദേവനാണ്. ഒരു ജാതി ഒരു പദം ഒരു ദൈവം മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ ഒരു നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ബാക്കിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വെച്ചാണ് ചോദിക്കുക അച്ചായൻ്റെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ഗുരുവേ നമ. പാവം. ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് എന്ത് കാരണത്താലാണ്? അപ്പൊ എന്താണ് തോന്നിയത്? അത് പറഞ്ഞോ ഓപ്പണായിട്ട്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കല്യാണം കഴിച്ചാൽ അടിപൊളിയല്ലേ? എന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആണ് നല്ല സുഖമാണ്. എനിക്കപ്പോൾ ഒരിഷ്ടം തോന്നി, ഇപ്പം ഞാൻ പറഞ്ഞു കൂടെ കൂട്ടാൻ ചോദിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഡബിളൊക്കെ കൂടെ കൂട്ടിക്കളാനല്ലോ. ഈ സമയത്ത് ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ലൈഫിൻ്റെ വലിയ സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഒരു ഓൾ ദ ബെസ്റ്റ് പറയാം, ഒരു കൺഗ്രാറ്റ്സ് പറയാം. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക.
എല്ലാവിധ ആശംസകളെന്ന് പറയുക. കാരണം നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല ലൈഫിൻ്റെ അത്, ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്യാനുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ സോഷ്യൽ മീഡിയക്കകത്ത് വരണത് കൊണ്ട് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നത്. ഹാപ്പിയാണ്. ഹാപ്പിയാണ്, അവർ ഹാപ്പിയാണ്. അതിനപ്പുറത്ത് നമുക്കൊന്നും വേണ്ട. ഇനി അടുത്ത് ചായ വീട് വരെ എത്തുന്ന കോളില്ല. കണ്ട കോളിന് അമ്പലത്തിൻ്റെ ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ ആലിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് അമ്പരചുംബി ആകുകയാണ് അച്ചായൻ. അമ്പരചുംബി അമ്പരചുംബി ആകാശമുട്ട എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഇപ്പം ചുംബിയല്ല, അതരചുംബിയായിട്ട് മാറുകയാണ്. അതരചുംബനത്താൽ അളികൾ പുളകം കൊണ്ട് ഉഴറുന്നു എന്ന് പറയുമ്പോൾ അച്ചായൻ്റെ അതരം ആ ചുണ്ടുകൾ കണ്ടപ്പോൾ അങ്ങോട്ട് ഇരിക്കെ പുറത്ത് കിട്ടുന്നില്ല. അത് വീട്ടിൽ പോയ സമയമുണ്ടല്ലോ, എന്താ അത് ഇനി ഉണ്ടോന്നോ ഒരു പ്രാവശ്യം? ഓക്കെ, വേണ്ട ഇതിൽ ഞാൻ ഇവിടെ നിർത്തുന്നു. കാരണം നിങ്ങൾ കാണണ്ട. കാരണം ഇത് കണ്ടു കഴിഞ്ഞാലേ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ച് കൈ തരും നമ്മുടെ ടീംസ്. ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ള അച്ഛാ? ഫാൻസിനോട്, അച്ഛൻ്റെ ഫാൻസിനോട് അച്ഛൻ പറയാൻ പോവാണ്. എന്താണ് അച്ഛന് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളൂ, മക്കളെ ഇങ്ങനെ ചുമ്മാ കാളി കളിച്ച് നടന്നിട്ടൊന്നും ഒരു കഥ. നമ്മുടെ നാട്ടിൽ കാള കളിച്ച് കിടക്കുക എന്ന് പറയും. കാള കളിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കും കൂലിക്കും ഒന്നും പോകാതെ ഒരു പണിയും എടുക്കാതെ ചുമ്മാ നടക്കുക, കാളയെ പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ കാള പണി എടുക്കുന്നുണ്ട് കേട്ടോ. കാളയെ ചുമ്മാ നമ്മൾ കളിയാക്കുന്നതല്ല, കാള പണി എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യനായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ കാള കളിച്ച് കിടക്കുക എന്ന് പറയും, ഒരു പ്രയോഗമാണ്. അദ്ദേഹം ഇപ്പം ഉപദേശിക്കുകയാണ്, മക്കളെ നിങ്ങൾ കാള കളിച്ച് നടക്കരുത്, പെണ്ണ് കെട്ടിയൊക്കെ നന്നായിട്ടൊക്കെ ജീവിക്കാൻ. മര്യാദയ്ക്ക് പോയി പെണ്ണ് കെട്ടി നല്ല ഫാമിലി ആയിട്ട് ജീവിക്കാൻ നോക്കും. ഇതെന്തുകൊണ്ട് അച്ഛന് നേരത്തെ തോന്നിയില്ല? ഇത് അച്ഛനെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചത്. ഇനി എന്തായിരുന്നാലും മംഗളാശംസകൾ. ഇതെല്ലാം കേട്ടിട്ട് ആ കുട്ടിയുടെ മുഖത്തുള്ള ചിരിയുണ്ടോ, നല്ല രസമുണ്ട്. തൊപ്പിനെ കെട്ടിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. പാടത്തിന് തൊപ്പിയുടെ കല്യാണം പുറകെ ഉണ്ടെന്നാ പറയും. തൊപ്പി കെട്ടിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. കല്യാണപ്പെടുത്തുണ്ടാവും, പിന്നെ ഉറപ്പായിട്ടുണ്ടാവും. അച്ഛായൻ തൊപ്പിയുടെ കല്യാണവും അദ്ദേഹം നടത്തുന്നതാണ് പറയുന്നത്. വളരെ കാര്യം. തൊപ്പിയുടെ ആരാധകരൊക്കെ എത്രമാത്രം അത് അസ്വസ്ഥരായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. വണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവൾ വണ്ടി കയറിയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. നമുക്കൊരു നല്ല മുഹൂർത്തം നോക്കി അവരെ കെട്ടിക്കാം. നിങ്ങൾ ഹാപ്പി അല്ലേ? അച്ഛൻ കെട്ടിയതിലൂടെ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ കേരള സമൂഹം മുഴുവൻ താങ്കളുടെ ഈ ഒരു കല്യാണത്തിൽ താങ്കൾക്കൊപ്പം സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. സീരിയസ്ലി, തീർച്ചയായും. ബാക്കിയേക്കാം. അച്ചായൻ ഇനിയാണ് ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അച്ചായൻ്റെ അമ്മയെ കണ്ടു, കാല് തൊട്ട് വന്നിരിക്കുന്നു. അമ്മയുടെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം വളരെയധികം ഡെസ്പായി വിഷമിച്ച് അദ്ദേഹത്തിന് അധികം സഹായങ്ങൾ ആവശ്യമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ എന്തോ ആയിരുന്നു ആ വീഡിയോ അല്ലേ. അപ്പം അതിനുശേഷം ഇന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ആദ്യമായിട്ട് ഒരു പബ്ലിക് അപ്പിയറൻസിൽ കാണുന്നത്. എന്തായിരുന്നാലും അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുന്നു. അദ്ദേഹം കാല് തൊട്ട് വന്ദിച്ചു കഴിഞ്ഞു. ഭാര്യയെ വിളിക്കുന്നു. അമ്മയുടെ കാല് തൊട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് പിടിക്കുന്നു. അമ്മ അനുഗ്രഹിക്കുന്നു. അമ്മയുടെ ഇവിടെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശനിവേ എന്തായാലും സന്തോഷകരമായ ക്ലൈമാക്സ് കാണാം. അമ്മയ്ക്ക് സന്തോഷമായോ? അമ്മയ്ക്ക് സന്തോഷമായോ? ഇനി കിട്ടണതെല്ലാം ചോദിച്ച് വാങ്ങുന്നതാണ്. അവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സോജൻ അച്ചായൻ താഴോട്ട് വന്നു കയറിയ പെൺകുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തഗ് വരുന്നത് അമ്മച്ചിയുടെ വായിൽ നിന്നാണേ. സന്തോഷമായോന്നോ? ഇനി ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകാതിരിക്കട്ടെ. അതെന്താണ് അങ്ങനെ? ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് ഏറ്റവും വലിയ സന്തോഷമായ കല്യാണം നടന്നിട്ട് വീട്ടിൽ ചെന്ന് കയറി അമ്മയുടെ കാല് തൊട്ട് വന്നിച്ചതിന് ശേഷം ക്യാമറാമാൻ ചോദിക്കുന്നു, അമ്മയ്ക്ക് സന്തോഷമായോ എന്ന്. ഇനി ഇങ്ങനൊരു സന്തോഷം ഉണ്ടാവാതിരിക്കട്ടെ എന്ന്. അതെന്തോ കുത്തി പറയും പോലെയൊക്കെ തോന്നി. കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ മനസ്സിലാവും. അടയാളപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് അച്ചായൻ. അമ്മയ്ക്ക് സന്തോഷമാണെന്ന് പുറകിലാരൊക്കെ ചിരിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ എന്ന് ആരോടോ എന്തോ കുത്തി ചോദിക്കുന്നുണ്ട്. അത് എന്താ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? അച്ചായൻ നോക്കുന്നുണ്ട്. ഈ സന്തോഷം ഇവിടെ ക്യാൻസൽ. അമ്മച്ചി എന്തോ ഭയങ്കര അങ്ങ് ഡീപ്പായിട്ടുള്ള അർത്ഥത്തിൽ പറയാ. ഇനി അടുത്ത സന്തോഷം 10 മാസത്തിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. 10 മാസത്തിന് ശേഷം അറിയിക്കാൻ ഇന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്താൽ 10 മാസത്തിന് ശേഷം റിസൾട്ട് കിട്ടോടെ. അതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ നമ്മൾ പണി നേരത്തെ ചെയ്ത് വെച്ചേക്കണം.
അറിയിക്കുന്നതായിരിക്കും. അറിയിച്ചില്ലെങ്കിലും അറിഞ്ഞോളൂ എല്ലാവരും. അതെ. അതെ. എനിക്കൊരു ആപ്പിൻസ് കുറവുമില്ല മോനെ. മരുന്നിന്റെ കാര്യം പോലെ നേരിടാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നു. എനിക്കൊരു ഹാപ്പി സുഖമൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞ് അമ്മച്ചി ക്ലൈമാക്സ് അങ്ങോട്ട് ഇതാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തോ സംതിങ് അതിനകത്ത് അമ്മച്ചി കുത്തി പറഞ്ഞത് തന്നെയാണ്. നെഗറ്റീവായിട്ട് പറഞ്ഞ് വിചാരിക്കണ്ട. ഇനി നമ്മുടെ പുള്ളിക്കാരനെ കല്യാണത്തിനല്ല ശരിക്കും ഞാൻ എന്റെ കല്യാണത്തിന് ഇതുപോലെ നിന്ന് ചെയ്യണ്ട. ഇവിടെ എവിടെ ഓർഡർ ഇവിടെ കുറച്ചു നേരത്തെ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സംസാരിച്ചോണ്ടത്. മോളെ ഒപ്പുന്നിട്ട് മോളെ ഇതൊന്ന് വിളിച്ചേ അങ്ങനെ സംസാരിച്ചോണ്ടല്ലേ. എനിവേ ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ഏറ്റവും നല്ല മുഹൂർത്തമാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ വായിക്കാത്ത ചില കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്ന അത്ര വായിക്കാൻ സുഖകരമായ കാര്യമല്ല. നമ്മളൊരാൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന ദിവസം തന്നെ അയാളുടെ ലൈഫിൻ്റെ അകത്തുള്ള മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് അതങ്ങനെയാണോ ഇങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു അർത്ഥത്തിൻ്റെ രീതിയിൽ വേണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അമ്മച്ചി പറഞ്ഞതുപോലെ നിങ്ങളും ആരും അറിയിക്കേണ്ടി വരത്തില്ല, അറിഞ്ഞോളും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി 10 മാസം കഴിഞ്ഞ് അറിയുമെന്ന് നമ്മുടെ സോജൻ അച്ചായനും പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നതെന്ന് പറയുന്ന വളരെ നമുക്കറിയത്തില്ല എങ്കിലും അവരെന്തോ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യം വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ജീവിതമാണ്, കുടുംബമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമാണ്, ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇത് ഇവരുമായിട്ട് ബന്ധമുള്ളവരാ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, കല്യാണം കഴിഞ്ഞു അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടാവുക എന്നുള്ളൊരു കാര്യം കൾച്ചറലായിട്ടുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നു. ചില രാജ്യങ്ങളുണ്ട്. എന്നാൽ മറ്റ് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലും ഇന്ന് നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ്, കല്യാണമല്ല, അതായത് ഒരുമിച്ച് ജീവിക്കുന്നു, പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അതിനുശേഷം ഒരു സുപ്രഭാതം കുറേ നാൾ കഴിഞ്ഞിട്ട് അവർ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം കല്യാണം കഴിക്കാറുണ്ട്. അത് അവരുടെ ഒരു ഭാഗമാണ്. വിവാഹം കഴിക്കണം എന്നൊരു തോന്നൽ വരികയാണ്. അല്ലാതെ അവരൊരുമിച്ച് ജീവിക്കാനോ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനോ ഒന്നും അവർക്കൊരു കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ട്, നിയമം മൂലമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ജനസംഖ്യയൊക്കെ അങ്ങനെ ഒരു സംഭവമാണ്. ഈ കൾച്ചർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, എന്താണോ അത് നമ്മളും 10 മാസം കഴിഞ്ഞിട്ട് അറിയാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ. അപ്പോൾ ആ 2 പരിപ്പ് കഴിക്കാൻ മറക്കണ്ട.